ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് ഹാക്സ് ആണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഹാക്സ്. അതും നമ്മൾ ഇന്ന് യൂസ് ചെയ്യണത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള പെൻസിലാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ഹാക്സ് ആണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ കുറേ പേര് എനിക്ക് നെയിൽ ആർട്സ് ഒക്കെ ചെയ്തിട്ട് എനിക്ക് കുറേ പേര് ഫോട്ടോസ് സെൻഡ് ചെയ്ത് തന്നു. ഒക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും അതേപോലത്തെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ സെൻഡ് ചെയ്യാം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷനൊക്കെ മുടങ്ങാതെ കിട്ടും. പിന്നെന്താ പറയാനുള്ളത്, പിന്നെ ഈ ഹാക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കുട്ടികൾക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഹാക്സ് ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാക്ക്. ഇതൊരു പെൻസിൽ ഗണ്ണാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കും നമുക്കൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ കളിക്കാൻ നല്ല രസമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു 5 പെൻസിലാണ് ആവശ്യം. പെൻസിലിന് പകരം നമുക്ക് സ്ക്യൂർ യൂസ് ചെയ്യാം. നമ്മൾ ടിക്കൊക്കെ യൂസ് ചെയ്യില്ല, അതുപോലത്തെ യൂസ് ചെയ്യാം. എന്തെങ്കിലും സ്റ്റിക്ക് ആയാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് റബ്ബർ ബാൻഡ്സ് വേണം. പിന്നെ ഇതേപോലെ ഒരു ക്ലിപ്പ് വേണം. പിന്നെ ഇതേപോലെ ഒരു പെന്നിൻ്റെ ടോപ്പാണ് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് ആ പെൻസിലിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട്. ഇനി നമുക്ക് ഇതേപോലെ ആദ്യം 2 പെൻസിൽ എടുത്തിട്ട് അതിൻ്റെ കൂടെ ക്ലിപ്പ് വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമുക്ക് സെക്യൂർ ചെയ്യാം. അപ്പോൾ റബ്ബർ ബാൻഡ്സ് ഒക്കെ നല്ല എന്താ പറയുക, കുറച്ച് ബലമുള്ള റബ്ബർ ബാൻഡ്സ് എടുക്കായിരിക്കും നല്ലത്. ഇനി അടുത്തത് ഈ 2 പെൻസിൽ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ 2 സൈഡിലും റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമ്മൾ സെക്യൂർ ചെയ്യണം. അപ്പോൾ ടൈറ്റായിട്ടിരിക്കണം. അപ്പോൾ ബലമില്ലാത്ത റബ്ബർ ബാൻഡ് ആണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിപ്പോയോണ്ടിരിക്കും. നെക്സ്റ്റ് നമ്മളിത് രണ്ടും എടുത്തിട്ട് ഒരു ക്രോസ് ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് ഇതേപോലെ റബ്ബർ ബാൻഡ് നമ്മൾ കെട്ടി കൊടുക്കണം. ഇനി ആ സൈഡിൽ നമ്മൾ ഇതേപോലെ തന്നെ റബ്ബർ ബാൻഡ് കെട്ടി കൊടുക്കണം. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഹാക്കാണ് കേട്ടോ. നല്ല ഈസി ആയിട്ടുള്ള ഒരു ടോയ് തന്നെ പറയാം നമുക്ക്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ടോപ്പ് നമ്മൾ ഇവിടെ വെച്ചാണ് സെക്യൂർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ അത് ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോഴും ആ താഴത്തെ റബ്ബർ ബാൻഡിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ആ ടോപ്പ് ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ലാസ്റ്റാണ് നമ്മൾ ഈ ഒരു ബാൻഡാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോവാണ്. അപ്പോൾ അതിന് പകരമാണ് ഞാൻ ഈ എലാസ്റ്റിക്കിൻ്റെ ഒരു ബാൻഡ് എടുത്തത്. നിങ്ങൾ സൗകര്യം പോലെ എടുക്കാം. എന്നിട്ട് ഈ ക്ലിപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മളത് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പെൻസിൽ ഗൺ റെഡി. അപ്പോൾ നമുക്കിനി ഇത് പ്രയോഗിക്കേണ്ട ടൈമായി. അപ്പോൾ നമ്മൾ ബുള്ളറ്റ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹാക്ക് ഒരു മൊബൈൽ ഹോൾഡർ അല്ലെങ്കിൽ മൊബൈൽ സ്റ്റാൻഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 6 പെൻസിലാണ് എടുത്തേക്കുന്നത്. അതിൽ 3 പെൻസിൽ എടുത്തിട്ട് നമുക്ക് 2 സൈഡിലും റബ്ബർ ബാൻഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് 2 പെൻസിൽ എടുത്തിട്ട് അതിന് നമുക്ക് അതിൻ്റെ ഒരു എൻഡിൽ മാത്രമായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇത് ലാസ്റ്റ് നമ്മൾ സപ്പോർട്ടിന് വേണ്ടി വെക്കണതാണ് കേട്ടോ, ഒരു ആക്സസ് പോലെ. ഇനി നമുക്ക് ഈ 2 പെൻസിലുള്ളത് ആ റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് ബാക്കിലേക്ക് ആയിട്ട് വെച്ച് കൊടുക്കാം. വളരെ ഈസിയാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു വട്ടം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ അതിന് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മൾ ആ 3 കൂടിയിട്ട് സെക്യൂർ ചെയ്യണം.
പിന്നെ ഇവിടെ പാറു ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് ഇരിക്കുമ്പോൾ ഈ ഒരു സ്റ്റാൻഡിലാണ് കേട്ടോ മൊബൈൽ വയ്ക്കാറ്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ റെഡി. അപ്പോൾ നമുക്ക് എല്ലാ ആംഗിളിലും ഇത് വെക്കാം കേട്ടോ. അതാണ് പ്രത്യേകത. ഇത് വേണമെങ്കിൽ ബാക്കിലേക്ക് ആ സപ്പോർട്ട് ഒന്ന് നീട്ടാണെങ്കിൽ നമുക്കത് നല്ലോണം ചെരിച്ചു വയ്ക്കാം. വേണമെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ തേർഡ് ഹാക്ക്. അപ്പോൾ ഇതൊരു പെൻസിൽ കോമ്പസ് ആണ്. അതിന് വേണ്ടിയിട്ട് 2 പെൻസിൽ എടുത്തിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇങ്ങനെ സെക്യൂർ ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഒരു ക്ലിപ്പ് ഇതേപോലെ കുത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ റബ്ബർ ഇങ്ങനെ വെക്കുക. ഇതാ ഒരു റേഡിയസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ എങ്ങനെയാണ് അത് വെച്ചിട്ട് വരയ്ക്കാൻ നോക്കാം. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ടൈം ആയ കാരണം നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ഹാക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. കാരണം നമുക്ക് ഷോപ്സിലൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയമല്ല. അപ്പോൾ നമുക്ക് സർക്കിൾ ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ 4th ഹാക്ക്. ഇതിന് നമുക്ക് 2 പെൻസിലും ഒരു റബ്ബർ ബാൻഡും ആണ് ആവശ്യം. അപ്പോൾ പെൻസിൽ രണ്ടും ഇങ്ങനെ ഒന്ന് ചെരിച്ചു വെച്ചിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതേപോലെ വരച്ച് നോക്കുമ്പോൾ കറക്റ്റ് നമുക്കൊരു റെക്റ്റാങ്കുലർ പ്രിസം കിട്ടും. സാധാരണ നമ്മൾ ഓരോ ലൈൻസ് ആയിട്ടാണ് വരയ്ക്കാറ്. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പ്രിസം ഈസി ആയിട്ട് വരയ്ക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹാക്കാണ്. അപ്പോൾ കുട്ടികളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ 5th ഹാക്ക്. അപ്പോൾ നമ്മൾ ഒരു ഈസി കോമ്പസ് തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ 15 സെൻറ്റിമീറ്റർ സ്കെയിലിൽ 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ മെഷർമെൻറ്റ്സ് എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ മാർക്ക് ചെയ്തതിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു പിൻ വെച്ചിട്ട് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. ഈ ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈസി ഹാക്സ് ആണ് കേട്ടോ ഇതൊക്കെ. ഇനി നമ്മൾ 2 പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് സെൻറ്റർ ആക്കിയിട്ടും പിന്നെ ഒന്ന് ആ റേഡിയസിൻ്റെ ലെങ്ത്തും വെച്ചിട്ട് നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മൾക്ക് എത്ര റേഡിയസിൽ സർക്കിൾ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതനുസരിച്ച് വരച്ചാൽ നമുക്ക് അതുപോലെ സർക്കിൾസ് കിട്ടും. അപ്പോൾ വളരെ എന്താ പറയുക ആക്യുറേറ്റ് ആയിട്ട് തന്നെ സർക്കിൾസ് കിട്ടും കേട്ടോ. നമ്മൾ കോമ്പസിൽ ചെയ്യണ പോലെ തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു ഹാക്കാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസ് ആയിട്ട് നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ അഡ്വാൻസ് ആയിട്ട് നമ്മുടെ സ്വീറ്റ് ഫാദേഴ്സിനൊക്കെ ഒരു ഹാപ്പി ഫാദേഴ്സ് ഡേ. ബൈ.